ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവിധ കേക്കിനും പറ്റുന്ന ഒരു വാനില സ്പോഞ്ച് കേക്കാണ് ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. 1.5 kg അളവ് കേക്ക് ഉണ്ടല്ലോ, 1.5 kgക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇത് സ്ക്വയർ മോൾഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് റൗണ്ടിലും ഇതേ സെയിം അളവ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 1.25 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1.5 kg അല്ലേ, അപ്പോൾ 1.5 കപ്പ് മൈദ എടുത്തിട്ട് അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ മൈദ റിമൂവ് ചെയ്തെടുത്താലും മതി. ആ രീതിയിൽ ചെയ്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യാം. 1.25 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണ് മൈദ എടുക്കാം. പിന്നെ അതിലേക്ക് നമുക്കൊരു 4.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ എന്തിനാണ് ചേർക്കുന്നതെന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കോൺഫ്ലവർ എന്തിനാണ് ചേർക്കുന്നതെന്നൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്കിംഗ് ടൈം കുറക്കാനും അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് ആയിട്ട് കിട്ടാനൊക്കെയാണ്. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. അതും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബേക്കിംഗ് സോഡ വേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു മെത്തേഡിലേക്ക് ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അത് അരിച്ച ശേഷം അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഈ ബൗളിലാണെങ്കിലും അതുപോലെ മുട്ടയിലാണെങ്കിലും കത്തിയിലാണ് ഒന്നും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. വെള്ളം ഉണ്ടായാലും നമുക്ക് ഈ ഒരു മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ 6 മുട്ടയും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്കിതൊന്ന് ഒരു 40 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 കിലോ അളവിലേക്കാണെങ്കിൽ കേക്കിൻ്റെ ബേസിക് സ്പോഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പാണ് ചേർക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണും കൂടെയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പൊടിക്കാതെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്ന ശേഷം വേണം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അത് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് വിസ്ക് മാറ്റി വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് കുത്തി ഇളക്കരുത്. ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അത് നന്നായിട്ട് മിക്സ് ആവുകയും വേണം. ആ രീതിയിൽ കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. എല്ലാം കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വേണം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബേക്കിംഗ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടിലുള്ള മോൾഡ് 9 ഇഞ്ചിൻ്റെ എടുത്താലും മതി കേട്ടോ. 1.5 kgയിലേക്ക് 9 ഇഞ്ചിൻ്റെ മോൾഡ് എടുക്കാം. അപ്പോൾ ഞാൻ സ്ക്വയർ ടിന്നിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 9 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു സ്ക്യൂർ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് ശരിക്കും പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൂടി ചെയ്താൽ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഓവൻ സെറ്റപ്പിലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഒരു 35 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഫ്ലെയിമിനനുസരിച്ചൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് 35 മിനിറ്റ് കൊണ്ട് തന്നെ ആയിട്ടുണ്ടായിരുന്നു. പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള മോൾഡിൽ. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും പറയുന്നതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ. നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ലോ ടു മീഡിയം, ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ തീ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 35 മിനിറ്റ് കൊണ്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഞാനൊന്ന് ലെയറാക്കി കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. കറക്റ്റ് അളവും ഒക്കെ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായിട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്